യെസ്, അഡ്വക്കേറ്റ് ശങ്കു, ഒടുവിൽ റെജി ലൂക്കോസിൻ്റെ വാക്കുകളിലൂടെ അത് പ്രകടമായിരിക്കുന്നു. അതായത് RSS ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു. നേരത്തെയുള്ള ആക്ഷേപവും ആരോപണമൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യപടിയായിട്ട് RSS കാര്യവാഹിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കണ്ടാൽ മതി എന്ന രീതിയിൽ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നു. പറഞ്ഞ കാര്യങ്ങളോട് മുഴുവനായിട്ട് ഞാൻ എതിർക്കേണ്ടതെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം വളരെ നല്ല കാര്യങ്ങളും പലതും പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഒരു 20 കൊല്ലം മുമ്പ് ആരെങ്കിലും പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി ആണെന്ന് പറയുമായിരുന്നില്ല. ഇപ്പൊ നമ്മൾ എവിടെ സഞ്ചരിച്ചാലും ഞാൻ പറയട്ടെ സാർ, ഞാൻ പറ്റില്ലല്ലോ. 20 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ 2005 UPA സർക്കാർ ഭരിക്കുന്ന കാലമാണ്. അന്ന് പുറത്തുനിന്ന് സഞ്ചരിക്കുമ്പോ ആരും ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി ആണെന്ന് പറയുമായിരുന്നില്ല. ഇപ്പൊ നമ്മൾ നരേന്ദ്രമോദിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് റെജി ലൂക്കോസ്. ഓക്കെ, ആദ്യകാലത്താണ് നമ്മളോട് പറയുന്നത് ഇന്ത്യ സെക്യുലർ കൺട്രി എന്നാണ്. അപ്പൊ ഞങ്ങളെ ഭരണ നേട്ടത്തെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. രണ്ടാമത് ഞാൻ പറയേണ്ട 2005 ശങ്കരദാസ് ഞാൻ ഈ രാജ്യത്തില്ല, ഞാൻ അമേരിക്കയിലാണ്. അത് ശരിയാ. അപ്പൊ അത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. മോഡി വന്നപ്പോ സുരക്ഷിതമായി അതുവരെ വേറെ നാട്ടിൽ പോയിട്ട് രക്ഷപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അല്ല, എന്തായാലും അദ്ദേഹം രണ്ടാമത് പറഞ്ഞ കാര്യവും ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായിട്ട് യോജിക്കണം. അദ്ദേഹം പറഞ്ഞത് എന്താ, ഭരണഘടന ഒരു മതഗ്രന്ഥമോ ഒരു മൃതഗ്രന്ഥമോ അല്ല. ഭരണഘടന എന്ന് പറയുന്നത് ഒരു ജീവസുറ്റ ഗ്രന്ഥമാണ്. BR അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് എ സ്റ്റാറ്റിക് ടെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ഡൈനാമിക് ടെക്സ്റ്റ്. അത് ഒരു ജീവസുറ്റ ഗ്രന്ഥമാണ്. അത് കാലത്തിന്റെ ആവശ്യത്തിനൊത്ത് പരിഷ്കരിക്കാൻ, അമെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള ഗ്രന്ഥമാണ്. എന്താണ് അതിന്റെ അമെൻഡബിലിറ്റി എന്ന് പറയുമ്പോൾ, അമെൻഡബിലിറ്റിയെ പറ്റി അദ്ദേഹം പറയുന്നത്, അമെൻഡബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പോയിന്റ്സ് അറ്റ് ഇറ്റ് അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് ടൈംസ് എന്ന് പറയുന്നുണ്ട്. മാറുന്ന കാലത്തിനൊത്ത് മാറാനുള്ള അതിന്റെ പരിണാമ സിദ്ധിയാണ് ഭരണഘടനയുടെ അമെൻഡബിലിറ്റി. അതുകൊണ്ടാണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 368 ഉള്ളത്. അതുകൊണ്ട് എന്താ പറയുക, ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കാത്ത ഒരു പ്രൊവിഷൻ 1976 ഇന്ദിരാഗാന്ധിക്ക് പിന്നീട് കൊണ്ടുവന്നുകൂടാ എന്നൊന്നുമില്ല. ഭരണഘടനയ്ക്ക് കാലികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ആ ഭരണഘടനയെ മാറ്റാനുള്ള അവകാശം 1976 അവസാനിച്ചിട്ടില്ല. ആ ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ 2014 ശേഷം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ഭരണഘടനയിൽ വരുന്ന ഭേദഗതികളെ കൂടി അങ്ങ് ഈ പറയുന്ന വിശാല മനസ്ഥിതിയോടുകൂടി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതല്ലാണ്ട് 2014 വരെ ഭരണഘടന ജീവസുറ്റ ഗ്രന്ഥമാണ്, അത് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ. ശരി, 2014 നരേന്ദ്രമോദി വന്നത് തൊട്ട് പിന്നെ പരിഷ്കരിക്കാൻ പാടില്ല. അവിടെ തൊട്ട് ഭരണഘടന സ്റ്റാറ്റിക് ടെക്സ്റ്റ് ആണ്. പിന്നീട് അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ അതുപോലെ നിൽക്കണമെന്ന് പറയരുത്. ഈ പറഞ്ഞ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഭരണഘടനയുടെ പരിണാമ സാധ്യത, അമെൻഡബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ പ്രധാനമായിട്ടുള്ള ചില ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ള, ഏറ്റവും അവസാനം 2019 എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കരണം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണല്ലോ. അപ്പോ ഭരണഘടനയ്ക്ക് അത്തരത്തിലുള്ള സ്വഭാവമുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം, ഭരണഘടനാ നിർമ്മാണ സമിതി ചർച്ച ചെയ്ത് വേണ്ടെന്ന് വെച്ചൊരു കാര്യം കൃത്യമായിട്ടുള്ള റാഷണലിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായിട്ടുള്ള റീസന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയുടെ ഒരു രാജ്യത്തിന്റെ നേച്ചറിനെ മാത്രമേ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ പോളിസിയെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള അധികാരം നമുക്ക് ഇല്ലെന്ന് കണ്ടുകൊണ്ട് വേണ്ടെന്ന് വെച്ചൊരു കാര്യം, പാർലമെന്റ് നിലവിൽ ഇല്ലാതിരുന്നിരുന്ന ഒരു സമയത്ത്, പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ജയിലിലായിരുന്ന സമയത്ത്, ഒരു ഏകാധിപതിയുടെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭാഗമായി നടപ്പാക്കിയിട്ടുള്ള തെറ്റായിട്ടുള്ള കീഴ്വഴക്കം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാണ്ട് ആ വാക്കുകൾ എടുത്ത് കളയണമെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആ വാക്കുകൾ ഇല്ലെങ്കിൽ പോലും ഭരണഘടനയ്ക്ക് യാതൊരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളതാണ്. ആ വാക്ക് ചേർത്തോണ്ടുള്ള കുഴപ്പം ഞാൻ അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാനത് ആദ്യത്തെ ഊഴത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്, ഇന്ത്യ പോലെ ഡീപ്ലി റിലീജിയസ് ആയിട്ടുള്ള മതാത്മകമായിട്ടുള്ള ഒരു രാജ്യത്ത് സെക്യുലറിസം പോലെയുള്ള ഒരു വെസ്റ്റേൺ സങ്കല്പം അതിന്റെ പ്രിയമ്പിളിൽ ചേർക്കുന്നത് തെറ്റായിട്ടുള്ള വായനകൾക്ക് കാരണമാകും, തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്ക് കാരണമാകും. നമ്മുടെ ഈ സെക്യുലറിസം എന്ന് പറയുന്ന സർവധർമ്മ സമഭാവം അല്ല സെക്യുലറിസം എന്ന് പറയുന്ന വെസ്റ്റേൺ ടേം അത് സൂചിപ്പിക്കുന്നത്. സെക്യുലറിസം എന്ന് പറയുന്ന വെസ്റ്റേൺ സങ്കല്പം കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് ദ ചേർച്ച് ഫ്രം ദ സ്റ്റേറ്റ് ആണ്. സമ്പൂർണ്ണമായിട്ടുള്ള മതനിരാസമാണ്. മതത്തിന്റെ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോ വെസ്റ്റേൺ ഒറിജിനുള്ള, വെസ്റ്റേൺ അർത്ഥമുള്ള ഇങ്ങനത്തെ ഒരു ശബ്ദം കൊണ്ടുവെക്കുകയും ഇതിന്റെ ഞങ്ങളുടെ ഇന്ത്യൻ അർത്ഥം വേറെയാണെന്ന് പറയുകയും ചെയ്യുന്നത് ഭാവിയിൽ പലതരത്തിൽ ഈ രാജ്യത്തിന്റെ പൈതൃകവുമായി സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഇടപെടുന്ന സമയത്ത് അതൊരു വിമർശനമായി വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന പൊതുചടങ്ങുകളിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഇവിടെ ചില ആളുകൾ പറയുന്നുണ്ട് മതേതര രാജ്യത്തെ എങ്ങനെയാ നിലവിളക്ക് കത്തിക്കുകയെന്ന്.
അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അമ്പലത്തിൽ പോകുന്ന സമയത്ത് രാജ്യത്തിന്റെ തലവന്മാര് പറയുന്ന വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നു. ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള ഭാരതാംബ വിവാദം പോലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നാഷണൽ ഇമേജിനെ പോലും സെക്യുലറിസം എന്ന് പറയുന്ന സങ്കല്പം വെച്ചുകൊണ്ട് എതിർക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സെക്യുലറിസം എന്ന് പറയുന്ന ഇന്ത്യൻ സങ്കല്പത്തെ അല്ല ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത്. സെക്യുലറിസം എന്നുള്ള വാക്കുകൊണ്ട് അതിന്റെ വെസ്റ്റേൺ ആയിട്ടുള്ള ആന്റി റിലീജിയസ് ആയിട്ടുള്ള മതനിരാസത്തിന്റെ സങ്കല്പത്തെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടോ. ഇത് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് വളരെ നേരത്തെ മനസ്സിലായതുകൊണ്ടാണ് അവർ പറഞ്ഞത് അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യലാവും സെക്യുലറിസം എന്നുള്ള വാക്ക് കൊണ്ടുവരുന്നത്. സെക്യുലറിസം എന്നുള്ള വാക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് ഭരണഘടനയിൽ ഇൻഹറന്റ് ആയി തന്നെ ഉള്ളതാണ്. പിന്നെ അസഫ് അലി പറഞ്ഞിട്ടുള്ള കാര്യം എന്തുകൊണ്ട് പിന്നീട് വന്ന സർക്കാരുകൾ ഇത് തിരുത്തിയിട്ടില്ല? അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇത് തിരുത്തിയിട്ടില്ല അതെന്ന് ചോദിച്ചു. അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ടേം പൂർത്തീകരിക്കുന്നതിന് മുമ്പിൽ ഇന്ത്യയിൽ ചെയ്തു തീർക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർത്തത് അഭിപ്രായം ഞങ്ങൾക്കില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് ഞങ്ങൾ പാർട്ടി പിരിച്ചു വിടുമല്ലോ, പിന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സർക്കാരിന് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇവിടെ ഉള്ളത്. ഒരുപാട് ഹിസ്റ്ററിക്കൽ റോങ്സിനെ ഞങ്ങൾ കണ്ടുപോയാണ്ട് ഇവിടെ ഏതാണ്ട് 200 കൊല്ലത്തെ യൂറോപ്യൻ അധിനിവേശത്തിന്റെ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കൊളോണിയൽ ആയിട്ടുള്ള പരിഷ്കരണങ്ങൾ മുതൽ 60 കൊല്ലത്തെ ഈ പറയുന്ന സെക്യുലർ ഭരണ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പലതായിട്ടുള്ള തെറ്റുകളെ കൂടി തിരുത്താനുള്ള സമയം 5 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ സാധിക്കില്ല. ഒരുപാട് തെറ്റുകളെ തിരുത്തുന്നതിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള 1ാം നരേന്ദ്രമോദി സർക്കാർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, 2ാം നരേന്ദ്രമോദി സർക്കാർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, 3ാം നരേന്ദ്രമോദി സർക്കാർ വേറെയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് അവസാനിച്ചത് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞങ്ങൾ ഗ്രാജുവൽ ആയിട്ട് ഓരോ തെറ്റുകളെ തിരുത്തിയാണല്ലോ കൊണ്ടുവരുന്നത്. 1996 മുതലുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ അല്ലെങ്കിൽ BJPകളുടെ എല്ലാ പ്രകടന പത്രികയിലും പറയുന്ന 3 ഹിന്ദുത്വ പ്രോമിസുകളാണ്. 1 രാമജന്മഭൂമി, 2 യൂണിഫോം സിവിൽ കോഡ്, അതേപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം. ഇതില് ആദ്യത്തെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമുക്ക് രാം ജന്മഭൂമിയുടെ വിഷയം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അത് യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം നമുക്ക് ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഓരോ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് വരുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ 3ാമത്തെ കാര്യം, അതായത് ദത്താത്രേയ ഹൊസബലയുടെ പരിഭ്രമത്തിൽ നിന്ന് ഭയത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഭരണഘടനാ പരിഷ്കരണം നടത്താൻ ഇവർക്ക് ഇത്തവണ ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോ ഇവരൊക്കെ കണ്ടൊരു സ്വപ്നമായിരുന്നു. എന്ത് മുൻ സർക്കാരുകളെ പോലെ സ്വന്തം അജണ്ട നടപ്പാക്കാൻ സാധിക്കാതെ ഈ പറയുന്ന കോയലിഷൻ ധർമ്മയ്ക്കുള്ളിൽ സഖ്യകക്ഷികളുടെ സമ്മർദ്ദം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നരേന്ദ്രമോദി ഇരിക്കുന്നു. ആ അവസ്ഥയൊക്കെ കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്ന്. നിങ്ങൾ എന്താ വിചാരിച്ച് ഞങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താനുള്ള ശേഷി ഇല്ലാതോ? ഈ പറയുന്ന പ്രതിപക്ഷം മുഴുവൻ തലകുത്തി നിന്നിട്ട് ഞങ്ങൾ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരികയും അത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തില്ലേ? ഈ പറയുന്ന ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് തന്നെ പാകിസ്ഥാന്റെ പഹൽഗാം ആക്രമണത്തിന് നേരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്, രാജ്യത്ത് കയറിയിട്ട് ആക്രമിക്കാനുള്ള ധൈര്യം നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതായത് ഭൂരിപക്ഷത്തിന്റെ ഒരു പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്വപ്നമാണ്. ഈ രാജ്യം ഭരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റി ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങളുടെ എല്ലാ സഖ്യകക്ഷികളും ഞങ്ങൾക്ക് ഒപ്പം ഉണ്ട്. ഭരണഘടന ഭരണഘടനാ ഭേദഗതിയിൽ നടത്തേണ്ട സാഹചര്യം വന്നാൽ അത് നടത്തണമെന്നുള്ള ദൃഢനിശ്ചയവും ഞങ്ങൾക്കുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സംഖ്യകളൊക്കെ ആ സമയത്ത് ഉണ്ടായിക്കോളും. അങ്ങനെ രാജ്യം ഭരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ദത്താത്രേയ ഹൊസബല ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥയുടെ ഓർമ്മകളെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ അന്ന് നടത്തിയിട്ടുള്ള അതിക്രമങ്ങളുടെ കൂട്ടത്തിൽ ഈ കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിന്റെ കണ്ടക്സ്റ്റ് ഉണ്ട്. ആ കണ്ടക്സ്റ്റിൽ നിന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ.